ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ആസിഫ് അലി, അവിടെ അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രമായി ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ഈ സിനിമയെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആസിഫ് അലി, അവിടെ ഷറഫുദ്ദീൻ, അമല പോൾ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി അർഫാസ് സാഹിബ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. പ്രതീക്ഷ നൽകുന്ന ചിത്രത്തിലേതായിട്ട് ഫസ്റ്റ് പോസ്റ്റർ, അതോടൊപ്പം ടൈറ്റിലും അതോടൊപ്പം ട്രെയിലർ ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം, ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ആർജിതു എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അമല പോൾ നായികയായിട്ട് എത്തുന്ന ചിത്രം എന്നൊരു പ്രത്യേകത. അതോടൊപ്പം ആസിഫ് അലിയുടെ തന്നെ തലവൻ എന്ന് പറയുന്ന സിനിമ നിലവിൽ റീസെന്റ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ആസിഫ് അലിയുടെ ഈ ഒരു വിഷയത്തിന് ശേഷം ആസിഫ് അലിക്ക് വലിയൊരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം ഇന്ന് തിയേറ്ററോട്ട് എത്താൻ പോകുമ്പോൾ നമ്മൾ ഈ ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ ജസ്റ്റ് ആദ്യം ഒന്ന് പരിശോധിക്കാം. പലപ്പോഴും നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതിന്റെ 10% പുറത്ത് കാണിക്കാറുള്ളൂ. ആ ഹോൾഡ് ചെയ്യുന്ന ആ ഇമോഷൻസ് ആണ് നമുക്കെല്ലാം പ്രശ്നം തരുന്നത്. പറയാതെ ബാക്കി വെച്ചേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. പ്രേമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു എട്ടും പിടിയും കിട്ടാത്ത ട്രെയിലർ ആണല്ലോ. ആസിഫിയുടെ ക്യാരക്ടറൊക്കെ കൊള്ളാം. നമ്മുടെ ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ആടുജീവിതത്തിൽ നമ്മുടെ പൃഥ്വിരാജ് കണ്ണാടി നോക്കുന്ന ഒരു സീൻ പോലെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ ലുക്ക് ഒരുപോലെ ഉണ്ട്. ഞാൻ ഒരു ഡോക്ടറാ, സൈക്യാട്രിസ്റ്റ്. കൊള്ളാം. ട്രെയിലറൊക്കെ നന്നായിട്ട് തന്നെയുണ്ട്. നമ്മുടെ ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രം കൂടി ആയതുകൊണ്ട് പ്രതീക്ഷ തെറ്റിക്കത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തെങ്കിലും ആസിഫിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് എടുത്തു പറയാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ അസോസിയേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം നോക്കുകയാണ്, അത്രയും നല്ല രീതിയിലാണ് ആ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു മേക്ക് ഓവർ നമ്മൾ കണ്ടില്ലേ. ലാസ്റ്റ് ഇറങ്ങിയ തലവൻ എന്ന് പറയുന്ന സിനിമയും ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുമ്പോൾ മാറ്റം വന്നിരിക്കുക. അവിടെ ഷറഫുദ്ദീനും റീസെന്റ് ഇറങ്ങിയ ചിത്രങ്ങളിൽ നല്ല തന്നെ ഒരു വേറിട്ട ലുക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ക്യാരക്ടർ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് കാണും. അത് എന്താണെന്ന് അമല പോളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതൊക്കെയാണ് അമല പോൾ ഡോക്ടറും സൈക്കാട്രിസ്റ്റും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് കുറച്ച് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിനകത്ത്. അതുകൊണ്ട് തന്നെ ആസിഫ് അലിയുടെ നിലവിലെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടറിലോട്ട് എങ്ങനെ ചേഞ്ച് ആയി വന്നെന്നും അല്ലെങ്കിൽ അതിന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്താണെന്നും അതിൽ നിന്ന് ഓവർകം ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്റെ കുറച്ച് സംശയങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ സംശയങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം കിട്ടാൻ പോവുകയാണ്. ചിത്രം ഇന്ന് തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ചിത്രത്തിന്റെ ഒരു റിവ്യൂ ഒക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിനിമ കാണുന്നതായിരിക്കും. ചിത്രം കണ്ടതിന് ശേഷം നമ്മൾ ചിത്രത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പോകുക. അതോടൊപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമ കാണാൻ പോകുന്നത് കമന്റ് ബോക്സിൽ പോകുക. അങ്ങനെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചിത്രത്തിന്റെ റിവ്യൂവിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.